ഹായ് ഗേയ്സ്, എല്ലാവർക്കും സുഖം തന്നെയാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? പിന്നെ എനിക്ക് ഇന്ന് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദിനോടാണ്. ഉസ്താദെ, ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. എന്നെ പോലത്തെ ഒരു സ്ത്രീ, കാരണം ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ മാതാവാണ്, സഹോദരിയാണ്, ഒക്കെയാണ് സ്ത്രീ. ആ സ്ത്രീ പിന്നെ പെണ്ണുങ്ങളെ കൊണ്ടിങ്ങനെ പറയുന്നുണ്ട്, സ്ത്രീകളെ കൊണ്ടിങ്ങനെ പറയുന്നുണ്ട്. ഒരു സ്ത്രീ പ്രതികരിച്ച്, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ സ്ത്രീ ഉസ്താദ് പറഞ്ഞ് അമ്മൂമ്മയുടെ പ്രായമുള്ള, എൻ്റെ അമ്മൂമ്മയുടെ പ്രായമുണ്ട് ആ സ്ത്രീക്ക്. പിന്നെ അമ്മൂമ്മയോടോ അമ്മൂമ്മയുടെ പ്രായമൊന്നും ആ സ്ത്രീക്കില്ല, ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അവർ യൂട്യൂബിൽ എന്തിനാ വർക്ക് ചെയ്യുന്നത്? അവരെ പേഴ്സണൽ കാര്യമാണ്. അവർ യൂട്യൂബിൽ വർക്ക് ചെയ്യണോ വർക്ക് ചെയ്യണ്ടേന്നുള്ള അവരെ പേഴ്സണൽ കാര്യമാണ്. അതിൽ മറ്റുള്ളൊരു ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം അവരെ കാര്യങ്ങൾക്ക് അവർക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട. ആ മനുഷ്യന് ഉസ്താദിനേക്കാളും ഒരുപാട് നിസ്കാരം പ്രാർത്ഥിച്ചിട്ട് ജീവിച്ചൊരു വ്യക്തിയായിരിക്കും അല്ലേ? അവർക്ക് ഒരുപാട് ജീവിതാനുഭവം ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ സ്ത്രീയെ കൊണ്ട് പറഞ്ഞാൽ ആ സ്ത്രീ ഇഷ്ടപ്പെടുക. ഉസ്താദ് കുറേ മതപണ്ഡിതനല്ല. അപ്പോൾ ആ സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണെന്നാ, മനസ്സിൽ പോലും ഒരാളെ കൊണ്ട് നെഗറ്റീവായി ചിന്തിക്കരുന്ന, ചിന്തിക്കാൻ പാടില്ല. ഉസ്താദിനെ കൊണ്ട് പറഞ്ഞത് ശരിയെന്നല്ലേ? കാരണം ഉസ്താദ് സ്ത്രീകളെ മാത്രം ഇങ്ങനെയല്ല പറയുന്നത്. സ്ത്രീകൾ അത് ചെയ്യുന്നു, സ്ത്രീകൾ ഇത് ചെയ്യുന്നു, സ്ത്രീകൾ ചെയ്താൽ എന്താ പ്രശ്നം? എല്ലാ ഉസ്താദന്മാരും സ്ത്രീകൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, സ്ത്രീകൾ ഫേസ്ബുക്കിലുണ്ട്, സ്ത്രീകൾ യൂട്യൂബിലുണ്ട്. സ്ത്രീകൾക്ക് എന്താ അതിലൊത്തൊന്നും പോയിക്കൂടാ? അത് പോയാലെന്താ പ്രശ്നം? എന്തേ പ്രശ്നമുണ്ടോ? പിന്നെ അത് പോയാലെന്താ പ്രശ്നം? പുരുഷന്മാർക്ക് വിശ്വാസമില്ല സ്ത്രീകളാ? അവർ ഏത് പട്ടാളക്കടത്തിലും പോയാലും സ്ത്രീകളായി തന്നെ തിരിച്ചു വരും. കാരണം സ്ത്രീകൾക്ക് അതിനുള്ള കഴിവുണ്ട്, അറിയോ? അതിനുള്ള കഴിവുണ്ട് സ്ത്രീകൾ. പിന്നെ അമ്മൂമ്മയുടെ പ്രായമുള്ള അവരെന്തിനാ വീഡിയോ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മോദി സർ, അവരെത്ര നല്ലോണം രാജ്യം ഭരിക്കുന്നു. നമ്മുടെ പിണറായി സർ എത്ര നല്ലോണം രാജ്യം ഭരിക്കുന്നുണ്ട്. അത് ഉസ്താദിനെ എന്നെ എല്ലാം ഭരിക്കുന്നില്ലേ? അവർക്ക് കുറച്ച് ഏജില്ല, അവർക്ക് ഏജില്ല. ഏജും പക്വതയും ബുദ്ധിയും ഒക്കെ ഉണ്ട് അവർക്ക് നല്ല ബുദ്ധിയും നമ്മളെക്കാളും എല്ലാവരെക്കാട്ടിയും നല്ല നിലയിലാണ് അവർ രാജ്യം ഭരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ കൊറോണൻ്റെ സമയത്ത് എനിക്ക് പിണറായി സാറെ കൊണ്ട് പറയാമെന്ന് വെച്ചാൽ അവരെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു. എനിക്ക് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് ലോകത്തുള്ള ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ആ സമയത്ത് അത്ര വിഷമിച്ച സമയത്ത് അതൊന്നും ആരും കാണൂല. കാരണം എല്ലാവരും നെഗറ്റീവാണ് കാണുക, നല്ലതാരും കാണൂല. ഒരാൾ നല്ല ചെയ്തതല്ല ആരും ഞാൻ പാർട്ടിൻ്റെ ആളൊന്നുമല്ല, ഞാനൊരു പാർട്ടിയിലുള്ള ആളൊന്നുമല്ല. പക്ഷേങ്കിൽ അയാൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ അവർ രാജ്യം ഭരിക്കുന്നില്ല, എത്ര നീറ്റിൽ ഭരിക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. ആരെക്കൊണ്ട് പിന്നെ മോദി സാറാണെങ്കിലും പിന്നെ പിണറായി സാറാണെങ്കിലും ബഹുമാനപ്പെട്ട പിണറായി സാറാണെങ്കിലും ബഹുമാനപ്പെട്ട മോദി സാറാണെങ്കിലും അവർക്ക് അതിനുള്ള ജീവിത അനുഭവമുണ്ട്. പിണറായി സാറിന് ഭയങ്കര അനുഭവമുള്ള ആൾ, മോദി സാറും അതുതന്നെയാണ്. ജീവിത അനുഭവമുണ്ട്. അത് നമ്മൾ പോയി ഈ ഉസ്താദിനെ പോലത്തുള്ള പ്രായമുള്ള ആൾ പോയാലോ, ഓലിക്ക് നാക്കാട്ടി നല്ലോണം ചെയ്യാനും അവർ തന്നെയാണ്.
കാരണം കുറേ ആൾ നമ്മളെ നാട്ടിൽ കുറേ കാലം മുമ്പെല്ലാം ഭരിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അവർ ഭരിച്ച് ഇവർ വെച്ച് എല്ലാം കണക്ക് തന്നെയാണ്. പക്ഷെങ്കിൽ എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഒരാൾ നല്ല ചെയ്താൽ അത് ഇവിടക്കായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല. പക്ഷെ നല്ല കാര്യങ്ങളൊക്കെ പിണറായി ചെയ്തിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. എനിക്ക് രാഷ്ട്രീയത്തിൽ യാതൊരു ഇതുമില്ല, പങ്കുമില്ല. ഞാൻ പറയാം. എന്നാൽ അവരൊക്കെ കുറച്ച് പ്രായമില്ല. എന്നാൽ അവരോടെല്ലാം നിങ്ങൾ പറയാനല്ല, നിങ്ങളെങ്ങനെ ഇവിടെ രാജ്യം ഭരിക്കുന്നത്? ഒരു പ്രായമുള്ള മനുഷ്യനിക്കില്ല. എന്താണെന്നറിയാം, നിങ്ങൾ പ്രായമുള്ള മനുഷ്യനിക്ക് നല്ല പക്വത ഉണ്ടാവും, അവർക്ക് ജീവിത അനുഭവം ഉണ്ടാവും. ഉദാഹരണത്തിന് പറയാൻ, എൻ്റെ ഒരു കാലിന് സുഖയില്ലാണ്ടായിട്ട് ഞാനൊരു സ്കിന്നിൻ്റെ ഡോക്ടർക്കെല്ലാം കാണിച്ചു. എനിക്ക് വ്യത്യാസമായിരുന്നു. കുറച്ച് പ്രായമുള്ള ഡോക്ടർ കാണിച്ചാൽ വേഗം വ്യത്യാസമായി. അതിനെന്താ പ്രശ്നം? ഒരമ്മൂമ്മയുടെ പ്രായം പോലും. അങ്ങനെയൊന്നും ഉസ്താദെ പറയാൻ പാടില്ല. ഞാൻ ദയവ് ചെയ്ത് കാല് പിടിച്ച് പറയുക ഉസ്താദെ, അങ്ങനെയൊന്നും പറയും. ചില ആൾ കമേൻ്റെല്ലാം ഇടുന്നതാണ്, പിന്നെ കാലും നീട്ടി നിൽക്കുന്നത്, കാലും നീട്ടി കബറിലേക്ക് പോകാനായിക്ക് വീഡിയോ എന്തിനാണ് ഇടുന്നതെന്നല്ല ചില ആളല്ല. അവർക്കൊന്നും പിന്നെ അങ്ങനത്തെ ഒരു കൾച്ചറൊന്നും വന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവരെ മാതാപിതാക്കളോടൊന്നും അങ്ങനെ ബഹുമാന രീതിയിൽ പെരുമാറാത്ത ആൾക്കാരായിരിക്കും അങ്ങനെയല്ല പറയുന്നത്. അല്ലാണ്ട് ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവരെ അവരങ്ങനത്തെ കളക്ചറൊന്നും വന്നായിരിക്കും. പക്ഷെങ്കിൽ ഒരു സ്വാമി, ഒരു ഉസ്താദ്, പിന്നെ അങ്ങനെ ക്രിസ്ത്യാനിയിലുള്ള ആൾക്കാർ, അവരൊക്കെ അച്ഛന്മാർ, അവരൊക്കെ എല്ലാ വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരല്ല. അവർ പറയുമ്പോൾ എനിക്ക് വിഷമമാണ്. കാരണം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അള്ളാഹു നമ്മളോട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഇങ്ങനെയെല്ലാം പറയണമെന്ന് ഖുർആനിൽ പറഞ്ഞിക്കാം. ഒരാളെ കൊണ്ട് നെഗറ്റീവ് അടിക്കണമെന്ന് പറഞ്ഞില്ല ഇല്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഓരോരുത്തരെ കൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യം? എപ്പോൾ നോക്കുമ്പോൾ അവർ പറഞ്ഞത്, അവരെ പേര് ഞാൻ പറയുന്നില്ല, അവരോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. ആ സ്ത്രീയോട്. ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ എല്ലാം യൂട്യൂബിൽ എല്ലാം വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരുടെ വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്. പിന്നെ ഇങ്ങനെയൊന്നും ആരും പറയാൻ പാടില്ല ആരെക്കൊണ്ട്. പിന്നെ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ് ഹജ്ജിന് പോയാലും പിന്നെ തൗബ ചെയ്താലും ഉസ്താദ് ആ സ്ത്രീക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞത് സ്ത്രീ പൊരുത്തപ്പെട്ട് തരാണ്ട് ഉസ്താദിന് സ്ത്രീയോട് പൊരുത്തം ചോദിക്കാണ്ട് ഉസ്താദിന് ആ കുറ്റം അവിടെ തന്നെ ഉണ്ടാവില്ലേ? ഉസ്താദ് ചെയ്തതെല്ലാം ആ സ്ത്രീക്ക് പോവില്ലേ? തൗബ ചെയ്താൽ പോവുക. ഒരാളെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്താണെങ്കിൽ ഇസ്ലാം നിയമപ്രകാരം അത് തെറ്റ് തന്നെയാണ്. ഉസ്താദെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിരുകാലെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉസ്താദിനോട് മാപ്പ് ചോദിക്കും. കാരണം സ്ത്രീകളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. ആ സ്ത്രീ ഒരു പാവ സ്ത്രീയാണ്. കാരണം അവരെയൊന്നും അങ്ങനെ പറയാറ്. കാരണം അവർ വീഡിയോ ഇടുന്നാൽ നല്ല സ്ട്രെച്ചറായിട്ടാണ്, നല്ല സ്ത്രീയാണ്. അവരൊന്നും അങ്ങനെ പറയാൻ പാടില്ല ഉസ്താദ്. ഓക്കെ, ഹായ്.